നമ്മുടെ ബിസിനസ്സുകളൊക്കെ നല്ല ലാഭത്തിലാകുമ്പോൾ അതിൽ നിന്നുള്ള ലാഭമെടുത്ത് നമ്മൾ പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല നോളജുള്ള, നമുക്ക് ഇൻഡെപ്തായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള, നമുക്ക് അറിവുള്ള മേഖലകളിലേക്ക് മാത്രമായിരിക്കണം ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടത്. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തി വളരെയധികം സക്സസ് ആയിട്ടുള്ള ഒരാൾ ഉടനെ കൊണ്ടുപോയി പെട്രോൾ പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു റോങ് സ്ട്രാറ്റജിയാണ്. കാരണം പെട്രോൾ പമ്പ് ബിസിനസ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. അതേസമയം റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റെന്തെങ്കിലും, ആ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ബിസിനസ്സിനും കൂടി അത് സപ്പോർട്ടീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പരിചയമില്ലാത്ത ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പുതിയ 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 കോൺസെപ്റ്റുകൾ നമ്മുടെ സാധ്യതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കണ്ടെത്തി അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ഒരു വിജയം നമുക്ക് സിമ്പിളായിട്ട് ലോ റിസ്കിൽ നമുക്ക് ചെറിയ സമയം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കുക, അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ.